നല്ല നാടൻ ചിക്കൻ കിട്ടി. ഇന്നൊരു ചിക്കൻ കറി ആയാലോ? അതിലേക്ക് ആവശ്യമായ പച്ചക്കറികളൊക്കെ ഞാൻ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ ഇവയൊക്കെ അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ജാറിൽ ഇതെല്ലാം ഇട്ടിട്ട് അരച്ചെടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ പച്ചക്കറികളെല്ലാം ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ടോ. ഇതിൽ രണ്ട് മുളകിൻ്റെ ആവശ്യമുള്ളൂ. കാരണം ഞാൻ കൂടുതലായിട്ട് കുരുമുളക് പൊടി ഇടാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ ഒരുമിച്ച് തന്നെയാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. 2 പച്ചമുളക് ഇതിന് വേണ്ടിയുള്ളൂ. പിന്നെ ഇഞ്ചി കഷ്ണം, അതുപോലെ ഉലുവ, പെരുംജീരകം എന്നിവ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. പിന്നെ ഞാനൊരു കുക്കറിലാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ചൂടായ എണ്ണയിലേക്ക് ഈ അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വാടുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക പറയില്ലേ, അതേപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. തുടർന്ന് ഈ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഈ ചിക്കനും അരപ്പും നന്നായിട്ട് ചേരണം കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ തീയിലാണ് ഇതൊന്ന് വേവിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഏകദേശം ഈ അരപ്പും ചിക്കനൊന്നും സെറ്റായിട്ടുണ്ട്. പിന്നീട് നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിൽ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. നമുക്ക് കൂടുതലായിട്ട് കുരുമുളക് പൊടിയാണ് വേണ്ടത്. അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് മസാലകളൊക്കെ ഇട്ട് നന്നായിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തേ. നോക്കൂ, ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നോക്കൂ, നല്ല കളറില്ലേ കാണാൻ. ഞാൻ കുരുമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ, അതാണ് ഇങ്ങനത്തെ ഒരു കളറ് വന്നിട്ട്. മുളക് പൊടി കുറച്ചത് കൊണ്ടാണ്